എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 174/2024. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുൻകാല ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ ഡി റൗലത്ത് നിയമം. റൗലറ്റ് ആക്റ്റാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ്. തന്നിരിക്കുന്നവരിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി അംബേദ്കർ. അംബേദ്കറാണ് തന്നിരിക്കുന്നവരിൽ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. 6-7 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കോടതിയെ സമീപിക്കാൻ ആകില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ ബി ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല ഓപ്ഷൻ ബി നിയമനിർമ്മാണം. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. 11ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? തന്നിരിക്കുന്നവരിൽ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ. വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര്? സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ഓപ്ഷൻ സി ബ്രസീൽ. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി റനിൽ വിക്രം സിൻഹ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റായ അനുരാഗ് കുമാര ദിസാനായകയ്ക്ക് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റായിരുന്നു റനിൽ വിക്രം സിൻഹ.
ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി വി പി മേനോൻ. വി പി മേനോനാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ചേരുംപിടി ചേർക്കുക. ഇരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ: ഭിലായി, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂർ. സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ. ചേരുംപിടി ചേർക്കുക. ഓപ്ഷൻ എ A1, B2, C3, D4. ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹി. 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ഡി 1986. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. ഓപ്ഷൻ സി ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ് ലോക ഫുട്ബോൾ ദിനം? ഓപ്ഷൻ ബി മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഓപ്ഷൻ എ പ്രതിഭ റായ്. പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി BD. തന്നിരിക്കുന്നവയിൽ ബിയും ഡിയുമാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റായത്. ശരിയായത് അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ, രേഖാംശം 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ഓപ്ഷൻ ബി സിയാച്ചിൻ. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. 27ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത. ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരപർവ്വത മേഖല, ഹിമാലയം, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഹിമാലയം. 29ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത്? അക്ഷാംശം 8 ഡിഗ്രി 18 വടക്ക് മുതൽ 12 ഡിഗ്രി 48 വടക്ക് വരെ, രേഖാംശം 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരി. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയായതാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലേറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. പ്രദേശം തിരിച്ചറിയുക. ഓപ്ഷൻ ബി പാലക്കാട് ചുരം. പാലക്കാട് ചുരം
പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിലെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതിൽ നിന്ന് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഓപ്ഷൻ ഡി ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ, കടലുണ്ടി 130 കിലോമീറ്റർ, കല്ലടയാർ 121 കിലോമീറ്ററുമാണ്. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ, നെയ്യാർ. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി നെയ്യാർ. നെയ്യാർ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ്. തന്നിരിക്കുന്ന ബാക്കി 3 നദികളും മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ എന്നിവ വടക്കൻ കേരളത്തിലെ നദികളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി NW3. NW3 ആണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിൻ്റെ ദേശീയ ജലപാത. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ശബരിഗിരി പത്തനംതിട്ട, ഇടുക്കി പദ്ധതി ഇടുക്കി, കുറ്റിയാടി പദ്ധതി കോഴിക്കോട്, സിയാൽ പദ്ധതി എറണാകുളം. തന്നിരിക്കുന്ന കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി സിയാൽ പദ്ധതി എറണാകുളം. സിയാൽ പദ്ധതി എറണാകുളമാണ്. തന്നിരിക്കുന്നവയിൽ വൈദ്യുത പദ്ധതികളല്ലാത്തത്. സിയാൽ പ്രോജക്റ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഓപ്ഷൻ എ സജി ചെറിയാൻ. സജി ചെറിയാനാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലം. വന്യജീവി സങ്കേതം കണ്ടെത്തുക. ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലവും കൂടിയാണിത്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഓപ്ഷൻ സി വാർഡ് മെമ്പർ. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലായിരുന്നു? ഓപ്ഷൻ എ എറണാകുളം. എറണാകുളം ജില്ലയിലായിരുന്നു പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത്. അവസാനമായി നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഓപ്ഷൻ എ കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ്. ലാലൻ സിംഗ് എന്നും അറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. പാരീസിൽ നടന്ന 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ഓപ്ഷൻ എ 89.45 മീറ്റർ. പാരീസ് ഒളിമ്പിക്സിൽ 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. UN-ൻ്റെ മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ബി 134. UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 റഫറൻസുകൾ പ്രകാരം 193 രാജ്യങ്ങളാണ് UN മാനവ വികസന സൂചികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2023, 24, 25 വർഷങ്ങളിലായി ഇന്ത്യയുടെ സ്ഥാനം 130. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. തന്നിരിക്കുന്നവയിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം
ഓപ്ഷൻ എ ബുധൻ. തന്നിരിക്കുന്നവയിൽ ബുധനാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. ബുധനെ കൂടാതെ ശുക്രനും ഉപഗ്രഹങ്ങളില്ലാത്ത ഒരു ഗ്രഹമാണ്. സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതമാണ് സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഓപ്ഷൻ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ഗാന്ധിജി. ഗാന്ധിജിയുടെ വാക്കുകളാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്നത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഓപ്ഷൻ ബി 800 ആണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. ലോക അധ്യാപക ദിനം എന്നാണ് ലോക അധ്യാപക ദിനം? ഓപ്ഷൻ ബി ഒക്ടോബർ 5. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഓപ്ഷൻ എ ഇന്ദ്ര. ഇന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഓപ്ഷൻ എ ബ്രസീൽ. ബ്രസീലാണ് 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചത്. 2025 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. പ്രസ്താവനകൾ വിലയിരുത്തി തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ബി സി ശരി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ എ ബി സി ഡി തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി എ ഡി ശരി. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് തന്നിരിക്കുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകിൻ്റെ ഇനം ഓപ്ഷൻ സി ജ്വാലാമുഖി. തന്നിരിക്കുന്നവയിൽ ജ്വാലാമുഖിയാണ് മെച്ചപ്പെട്ട ഒരു ഇനം പച്ചമുളക്. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? തന്നിരിക്കുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ഓപ്ഷൻ ബി ബോംബിക്കോൾ. തന്നിരിക്കുന്നവയിൽ ബോംബിക്കോളാണ് ഫിറമോണിന് ഒരു ഉദാഹരണം. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണമേത്? തന്നിരിക്കുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ. ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണമായത് ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്?
ഓപ്ഷൻ സി കോവിഡ്-19. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് കോവിഡ്-19-നെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്. കാറ്റലിൻ കാരിക്കോവിനും ഡ്രൂ വെയ്സ്മാനുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനുമായിരുന്നു. മൈക്രോ ആർഎൻഎയുടെയും അതിൽ ജീൻ റെഗുലേഷൻ്റെയും പങ്ക് കണ്ടെത്തിയതിനാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഓപ്ഷൻ ബി വൈറസാണ് നിപ്പയ്ക്ക് കാരണമായ രോഗാണു. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഓപ്ഷൻ ബി പ്രകീർണനം. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡാണ് വേദന തോന്നുന്നതിന് കാരണമാകുന്നത്. ഏതാണ് ഈ ആസിഡ്? ഓപ്ഷൻ എ ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡാണ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നതിന് കാരണമാകുന്ന ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തതേത്? ചലനം, സംവഹനം, വിസരണം, വികിരണം. തന്നിരിക്കുന്നവയിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി വിസരണം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഓപ്ഷൻ സി സിങ്ക്. തന്നിരിക്കുന്നവയിൽ സിങ്ക് ആണ് പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം. 64ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി ലാവോസിയെ. ലാവോസിയാണ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 ആണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി, പ്ലാസ്മോഡിയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ലെപ്റ്റോസ്പൈറ വൈറസ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി 1, 2, 2, 3, 3, 4, 4, 1. ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, എലിപ്പനി, ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി, പ്ലാസ്മോഡിയം. മന്തുരോഗം പരത്തുന്ന കൊതുക് ഏത്? മന്തുരോഗം പരത്തുന്ന കൊതുക് ഓപ്ഷൻ എ ക്യൂലെക്സ്. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്തുരോഗം പരത്തുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഓപ്ഷൻ സി മീസിൽസ്. തന്നിരിക്കുന്നവയിൽ മീസിൽസ് ആണ് വായുവിൽ കൂടി പകരുന്ന രോഗം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിനാവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഓപ്ഷൻ എ ഇരുമ്പ്. ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിനാവശ്യമായ ഘടകം. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ ആയിരുന്നു ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ ഡി സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്ററാണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 2, 3 ശരി. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ഈ 2 പ്രസ്താവനകളാണ് ശരിയായത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്.
കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? തന്നിരിക്കുന്നവയിൽ എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഓപ്ഷൻ സി ശ്വാസകോശം. എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയാണ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അമൃതമാരോഗ്യം. അമൃതമാരോഗ്യം പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു 2024 ഒളിമ്പിക്സ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഓപ്ഷൻ ബി ആട്ടം. ആട്ടമാണ് 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഹിന്ദി ചിത്രമായ 12th ഫെയിൽ ആണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ഓപ്ഷൻ എ മലിനജലം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിലെത്തുന്നത് മലിനജലത്തിലൂടെ ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണൻ. വി നാരായണനാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. അടുത്തു വരുന്ന മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.